ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീമദ് നാരായണീയം 8ാമത്തെ ദശകത്തിലെ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി കേട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഇന്ന് നമുക്ക് 8ാമത്തെ ദശകത്തിൽ നാരായണീയം 8ാമത്തെ ദശകത്തിലെ 6ഉം 7ഉം ശ്ലോകങ്ങൾ നോക്കാം. നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ആദ്യം ശ്ലോകം 6, ദശകം 8. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഹരേ കൃഷ്ണ. നമ്മൾ ആദ്യം പദച്ഛേദമാണ് നോക്കേണ്ടത്. തവ ഏവ, അപ്പം തവൈവ, തവ പ്ലസ് ഏവ, പിന്നെ വേഷേ, ഫണിരാജി ശേഷേ, ജല ഏക ശേഷേ, ജല ഏക ശേഷേ, അപ്പം ജലൈക ശേഷേ എന്ന് വരും. ഭുവനേ സ്മ ശേഷേ ആനന്ദ സാന്ദ്ര അനുഭവ സ്വരൂപ. അപ്പം ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ഒന്നിച്ചു ചൊല്ലണം. അത് സ്വയോഗ നിദ്ര പരിമുദ്രിതാത്മാ, അത് ഒന്നിച്ച് ചൊല്ലേണ്ടതാണ്. സ്വയോഗ നിദ്ര പരിമുദ്രിതാത്മാ എന്ന് ചൊല്ലും. അന്വയപ്രകാരം നോക്കുമ്പോൾ ഭുവനേ ജലൈക ശേഷേ എന്ന് പറയുന്നു. തവൈവ വേഷേ ഫണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേസ്മ ശേഷേ. ഭുവനേസ്മ ശേഷേ പറഞ്ഞാൽ ഈ ഭുവനം പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ, ലോകത്തിൽ ജലം ഒന്ന് മാത്രമായി ബാക്കിയായപ്പോൾ, ശേഷിച്ചപ്പോൾ പറഞ്ഞാൽ വെള്ളം മാത്രമായി. കഴിഞ്ഞ ശ്ലോകത്തിനെ കൂടി നമ്മൾ ഓർമ്മ വയ്ക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. താമരപ്പൂവിൻ്റെ പത്മകൽപ്പത്തിൽ ഭഗവാൻ ബ്രഹ്മാവ് നിദ്രയിൽ പോയ സമയത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ച് ഏക കടലായി മാറി എന്ന് പഠിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറയണത്. നമ്മൾ എല്ലാം വെള്ളം മാത്രം അവശേഷിച്ചു, ജലം ഒന്ന് മാത്രമായിട്ട് ഈ പ്രപഞ്ചം ശേഷിച്ചപ്പോൾ ശേഷേ ഫണിരാജി, 2 ശേഷേ വരേണ്ട, ഒന്ന് ബാക്കിയായപ്പോൾ എന്നുള്ള ശേഷയാണ്. മറ്റ് രണ്ടാമത്തെ ശേഷേ വരുന്നത് ഫണിരാജി. ശേഷേ ഫണിരാജി പറഞ്ഞാൽ ആദിശേഷൻ എന്ന സർപ്പരാജാവ്. ഭഗവാൻ എവിടെ ശയിക്കുന്നത്? ആദിശേഷൻ്റെ മേലെയാണ്. അപ്പം എല്ലാം വെള്ളത്തിൽ ലയിച്ചപ്പോൾ എന്ത് മാത്രമായി? വെള്ളം മാത്രമായി പ്രപഞ്ചം. അവിടെ പിന്നെന്താ കാണുന്നത്? ആദിശേഷൻ എന്ന സർപ്പരാജാവിൽ അവിടുന്ന് ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപനായിട്ട് സ്വയോഗനിദ്ര പരിമുദ്രിതാത്മാ, തൻ്റെ യോഗനിദ്രയാൽ പരിമുദ്രിതമായ ആത്മാവോടുകൂടി, അതായത് ആത്മാവ് യോഗനിദ്രയിൽ ലയിപ്പിച്ചിട്ട് അങ്ങനെയുള്ള ആത്മാവോട് കൂടിയിട്ട് ശേഷേസ്മ പറഞ്ഞാൽ ശയിച്ചിരുന്നു. ഭഗവാൻ മാത്രം ആത്മാവിനെ യോഗനിദ്രയിൽ ആക്കിയിട്ട് അവിടെ ബാക്കി ഭഗവാൻ മാത്രമായി ശേഷിച്ചിരുന്നു. ബാക്കി ഒന്നും പ്രപഞ്ചത്തിലില്ല, വെള്ളം മാത്രമായി എല്ലാം എന്നർത്ഥം. ഈ ലോകം മുഴുവൻ ഒറ്റ കടലായിട്ട് മാറി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. അങ്ങനെ ലോകം ഒരേ ഒരു കടലായി തീർന്നപ്പോൾ ഭഗവാൻ അനന്തൻ്റെ തൽപ്പത്തിലെ കിടക്കയിലെ യോഗനിദ്രയിൽ ലയിച്ചു ശയിക്കുകയാണ്. ആദിശേഷനായ ഫണിരാജനാണ് ഭഗവാന്റെ കിടക്ക. ഇതെല്ലാം ഭഗവാൻ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ ലയിച്ചു. എല്ലാ ജഗത്തും ജലമയമായി മാറി ശേഷിച്ച ആദിശേഷനിൽ ഭഗവാൻ തന്നെയാണ്. ആദിശേഷൻ ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. ആ ശേഷിച്ച ആദിശേഷനിൽ ഭഗവാൻ തന്നെയാണ്. ആ ആദിശേഷനിൽ ഭഗവാൻ തന്നെ യോഗനിദ്രയിൽ പരിമുദ്രനായി കിടക്കുന്നു. അപ്പം ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ
പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ വിശ്രമിക്കുന്ന അവസ്ഥയാണ്. നമ്മളൊക്കെ ഉറങ്ങുക പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാര്യത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ വിശ്രമിക്കുകയാണ് ഈ നിദ്ര. പക്ഷെ ഇന്ദ്രാതീതനായ ഭഗവാനോ നിദ്രയെ, ആ ഭഗവാന്റെ നിദ്രയാണ് യോഗനിദ്ര എന്ന് പറയുക. അത് നമ്മുടെ നിദ്രയുമായിട്ടുള്ള ചേർച്ച ഇല്ല. അത് നമ്മുടെ ധാരണയും ജ്ഞാനവും തോതാക്കിയാൽ ഭഗവാന്റെ തന്നെ വികാരമായ ജഗത്തും ഭഗവാൻ തന്നെ ആയിട്ടുള്ള യോഗം എന്ന് വേണമെങ്കിൽ നമ്മളുടെ ഉറക്കത്തിനെ പറയാം. കർമ്മബന്ധരായ ജീവജാലങ്ങളുടെ രൂപം സ്വീകരിക്കുമ്പോൾ ഭഗവാനും താപത്രയത്തിന് വിധേയനാകേണ്ടി വരുന്നു എന്ന് നമ്മൾ 5ാം ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൽപ്പത്തിനെ പറ്റിയിട്ട് സൃഷ്ടിയെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായി പറയണത് കഴിഞ്ഞ കൽപ്പത്തിലുള്ളത് ആദ്യം പറയുകയാണ്. എല്ലാം ബ്രഹ്മാവിന് ഉറങ്ങേണ്ട സമയമായപ്പോൾ, നിദ്രയുടെ സമയമായപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചു. ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ച് പ്രപഞ്ചം മുഴുവൻ ഒരേ കടലായിട്ട് മാറി ഭഗവാൻ ആദിശേഷനിൽ ശയിക്കാൻ തുടങ്ങി. ശയിച്ചുകൊണ്ടിരിക്കുന്നു. യോഗനിദ്രയിൽ ശയിക്കുകയല്ല, യോഗനിദ്രയിൽ ശയിച്ചു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അടുത്തത് 7ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം നമുക്ക്. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാ കിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേതി ആദിശദ. പ്രബോധയേ ഇതി ആദിശദ എന്ന് വരും. കില ആദോ. കിലാദോ എന്നുള്ളത് കില പ്ലസ് ആദോ. ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തി വ്രജേന. അതുവരെ വായിക്കണം. പരിസുപ്ത ശക്തി പറഞ്ഞ് നിർത്താതെ അവിടെ ഡാഷ് ഉണ്ടാവും. നമുക്കത് ഒന്നിച്ച് വായിക്കേണ്ടതാണെന്ന് അർത്ഥം. അപ്പോൾ പരിസുപ്ത ശക്തി വ്രജേന തത്ര അഖില ജീവധാംന. ഇത്രയും പദങ്ങളാണ് വരിക. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ തത്ര പറഞ്ഞാൽ അപ്പോൾ, എല്ലാം ജലം മാത്രമായിട്ട് ഭഗവാൻ മാത്രം ആദിശേഷന് ശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദോ പ്രളയത്തിൻ്റെ ആദിയിൽ, പ്രളയം തുടങ്ങുന്ന സമയത്ത്, പിന്നെ പ്രളയാവസാനെ പ്രളയത്തിൻ്റെ അവസാനത്തിനും പ്രബോധയ ഇതി പ്രബോധയാദി പ്രബോധയേത്യാദി ശതോ എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ പ്രളയാവസാനേ പ്രളയത്തിൻ്റെ അവസാനത്തിൽ പ്രബോധയ ഇതി എന്നെ ഉണർത്തണം എന്ന് കാലാഖ്യശക്തി, കാലം എന്നു പേരുള്ള ശക്തിയെ ആദിശത ആജ്ഞാപിക്കുക. പ്രബോധയേത്യാ ആദിശത. ആദിശതോ എന്നൊരു വാക്ക് അവിടെ കാണാം. അത് ആജ്ഞാപിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പ്രളയത്തിൻ്റെ ആദ്യം ഭഗവാൻ കാലശക്തിയോട് പറയണതാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രളയത്തിൻ്റെ ആദ്യത്തിൽ എന്ത് പറയുന്നു കാലാഖ്യശക്തിയോട്? കാലാഖ്യശക്തിയോട് പ്രളയാവസാനെ പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഉണർത്തണം എന്ന്, കാലം എന്നു പേരായ ശക്തിയോട് എന്നെ ഉണർത്തണം എന്ന് ആദിശത ആജ്ഞാപിച്ചു ഭഗവാൻ. എന്നിട്ട് പരിസുപ്ത ശക്തി വ്രജേന പരിസുപ്തമായ ശക്തി സമൂഹങ്ങളോടും എല്ലാം ലയിച്ച എല്ലാ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാ സൂക്ഷ്മരൂപത്തിലോട് കൂടിയിട്ട് എല്ലാ അഖില ജീവധാംന അഖില ജീവജാലങ്ങൾക്കും ധാമമായ എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ ത്വയ നിന്തിരുവടിയാൽ പ്രസുപ്തങ്കില ഉറക്കം ആരംഭിച്ചു. ഭഗവാൻ യോഗനിദ്രയെ ആരംഭിച്ചു എന്നർത്ഥം. പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം. പ്രളയത്തിൻ്റെ ആദ്യം ഭഗവാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ കാലശക്തിയോട് പറയാണ് പ്രളയ അവസാനമായി ആയാൽ എന്നെ ഉണർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ട് തന്നിൽ ലയിച്ചുറങ്ങുന്ന എല്ലാ ശക്തി സമൂഹങ്ങളോടും കൂടിയിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ ഭഗവാൻ ഉറക്കം തുടങ്ങി എന്നർത്ഥം. പ്രളയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ പറയുകയാണ് എന്നെ ഉണർത്തണം എന്ന് കാലത്തിനോട്. അപ്പോൾ പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം ആ നിർദ്ദേശം നൽകിയിട്ട് ആ സമയത്ത് എല്ലാം എന്തായി? കാലം, കർമ്മം, ഗുണങ്ങൾ, ഇവയിൽ നിന്നുണ്ടായ ജീവ സമൂഹങ്ങൾ ഇവയൊക്കെ ഭഗവാനിൽ ലയിച്ചു എന്നർത്ഥം. ഭഗവാനിൽ ലയിച്ചുറങ്ങുന്ന എല്ലാ ജീവസമൂഹങ്ങളും അതിനൊക്കെ ഉറക്കം മാത്രമേ ഉള്ളൂ. അവയുടെ വ്യക്തിത്വവും കർമ്മബന്ധങ്ങളും ഒന്നും നശിക്കുന്നില്ല, തൽക്കാലത്തേക്ക് പ്രവർത്തിക്കുന്നില്ല. എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്നർത്ഥം. പ്രളയം കഴിയുമ്പോൾ അവയെല്ലാം വീണ്ടും അവൻ്റെ കർമ്മബലത്തിനനുസരിച്ചിട്ട് സൃഷ്ടി തുടങ്ങും എന്നാണ് പറയുന്നത്.
നമുക്ക് അടുത്ത 8, 9 അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതെല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.